മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിമാരായി നിർമ്മല സീതാരാമനും അശ്വിനി വൈഷ്ണവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബിപ്ലവ് ദേവ്, സർബാനന്ദ സോനോവാൾ, അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ, തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ തുടങ്ങിയവരും മന്ത്രിസഭയിലെത്തും. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട NCP അജിത് പവാർ വിഭാഗത്തിന് മന്ത്രി പദവിയില്ല. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. പുതിയ വിവരങ്ങളാണല്ലോ ഈ വരുന്നത്. നിർമ്മല സീതാരാമൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. വിശദാംശങ്ങൾ എന്താണ്? ഗോപി, അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഗോപി, ഇതിൽ ഈ പ്രധാനമന്ത്രി ചായ സൽക്കാരത്തിന് വിളിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. പ്രധാനമന്ത്രി ഈ നിയുക്ത MPമാരിൽ ചിലരെ ചായ സൽക്കാരത്തിന് വിളിച്ചു എന്നതാണ് അദ്ദേഹം ഈ MPമാരോട് അറിയിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവരെ ഈ മന്ത്രിസഭയുടെ ഭാഗമായി ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടല്ല വിളിച്ചിരിക്കുന്നത്. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അവിടെ എത്തുന്ന നിയുക്ത MPമാരായിട്ടുള്ളവരോട്, അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരോട് ഈ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് തന്റെ അജണ്ടകൾ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി വിശദീകരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ക്ഷണിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ക്ഷണിച്ച പട്ടികയിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മുതിർന്ന BJPയുടെ നിലവിലുള്ള സാമാജികർ അടക്കമുള്ളവരുടെ പേര് ആ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. നിർമ്മല സീതാരാമന് അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് മാറി നിൽക്കാനായിട്ട് അവർ വ്യക്തിപരമായിട്ട് താല്പര്യപ്പെടുകയും സംഘടനാപരമായിട്ട് BJPയുടെ ചില ആവശ്യങ്ങൾ കൊണ്ട് അതിന് BJP ആലോചിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സ്മൃതി ഇറാനിക്ക് അടക്കമുള്ളവർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ നിർമ്മല സീതാരാമന്റെ സാന്നിധ്യം വേണം എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചു അവസാന ഘട്ടത്തിൽ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതനുസരിച്ച് നിർമ്മല സീതാരാമൻ മൂന്നാം തവണയും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ BJP വൃത്തങ്ങളും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ആരാണ് JP നദ്ദയ്ക്ക് ശേഷം പിന്നീട് ഈ അധ്യക്ഷ പദവിയിലേക്ക് എത്തുക എന്നുള്ളതിൽ അതിലൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സസ്പെൻസ് നിലനിൽക്കട്ടെ എന്നുള്ളതാണ് BJP നേതൃത്വം ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഇതിനെ ഇങ്ങനെ ഉപസംഹരിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ RSSുമായിട്ട് BJP ദേശീയ നേതൃത്വം ആശയവിനിമയം നടത്തിയിരുന്നു. അമിത്ഷായും രാജ്നാഥ് സിംഗും ആണ് ഈ ആശയവിനിമയത്തിന് BJPയുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്തത്. അവരോട് BJP ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടനാപരമായിട്ട് BJPയും RSSും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കഴിഞ്ഞ 5 വർഷവും ഈ സംഘടന ആവശ്യപ്പെടുന്ന കാര്യങ്ങളോട് അങ്ങനെ കൃത്യമാകുന്ന വിധത്തിലല്ല പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യം മാറണം, എന്നാൽ മാത്രമേ ഈ RSS BJP ആ ഒരു ബന്ധം കൂടുതൽ ഊഷ്മളമാകൂ എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല RSSന്റെ 100ാം വാർഷികമാണ് ഈ ആഘോഷിക്കാനായിട്ട് പോകുന്നത്. ഈ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ BJP ആര് നയിക്കണം ദേശീയ തലത്തിൽ എന്ന കാര്യത്തിൽ RSSന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരുമെന്നാണോ? തീർച്ചയായിട്ടും ആണ് ഗോപി. നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. വളരെ കൃത്യമായിട്ട് ഇനി BJPയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്ന ആൾ അത് RSSന് കൂടി നിയന്ത്രണത്തിൽ ഉള്ള ഒരു ഗോപി. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ അദ്വാനി വരെയുള്ള നേതാക്കന്മാരുടെ ആ ഒരു നേതൃനിര പരിശോധിച്ചാൽ കൃത്യമായിട്ട് RSSുമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതൃ സ്വഭാവമായിരുന്നു BJPയുടെ ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദിക്ക് NDAയുടെ ചെയർമാൻ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം LK അദ്വാനിക്ക് RSS നേതൃത്വം നൽകിയപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതിനുശേഷം ആ വിധത്തിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ കുറവ് RSSന്റെ ദേശീയ നേതൃത്വത്തിന് അനുഭവപ്പെട്ടു. മോദി എന്ന പേരിൽ BJPയെ മൊത്തത്തിൽ ഒതുക്കാൻ അല്ലെങ്കിൽ BJPയെ പ്രതിനിധീകരിക്കാൻ മോദി എന്ന പ്രതീകത്തിൽ മാത്രം ശ്രമിച്ചു എന്ന പരാതി പല ഘട്ടങ്ങളിലും ഈ BJPക്ക് RSSന് ഉണ്ട്. മാത്രമല്ല ഇത്തവണ ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് വളരെ വേഗത്തിലാണ് ജയ് ജഗന്നാഥൻ എന്ന രീതിയിലേക്ക് നരേന്ദ്രമോദിയും BJPയുടെ ഒരു വിഭാഗം നേതാക്കളും അവരുടെ ആ പ്രചരണം മാറ്റിയത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വളരെ ശക്തമായിട്ടുള്ള വിമർശനം RSS ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. RSSുമായിട്ട് ബന്ധമുള്ള നേതാക്കന്മാരെ അപ്രധാനമായിട്ടുള്ള വകുപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഏറെ പ്രധാനമല്ലാത്ത ചുമതലകളിലേക്കോ ഒക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംഘടനയുമായിട്ട് ഊഷ്മളമായിട്ടുള്ള ബന്ധം വേണം ഇനി നേതൃത്വത്തിന്. വളരെ പ്രധാനപ്പെട്ടതായി ഈ വിവരത്തെ നമുക്ക് പരിഗണിക്കാം.
RSSുമായുള്ള ആശയവിനിമയത്തിനൊടുവിൽ അത് ഈ സംഘടന RSS BJP ബന്ധം കുറെ കൂടി ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചില സംഭാഷണങ്ങൾ ഈ കൂടിയാലോചനകളിൽ ഉണ്ടായി എന്നാണ് രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിമാരായി നിർമ്മല സീതാരാമനും അശ്വിനി വൈഷ്ണവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന പുതിയ വിവരം കൂടി വരികയാണ്.